പരപ്പനങ്ങാടിയിൽ ഒരു നേതാവ് കച്ച കെട്ടി ഇറങ്ങിയപ്പോൾ അതിനെ ഇല്ലാതെ ചെയ്യുമ്പോൾ അവിടെ ഉമ്മൻചാണ്ടിയെ വന്ന് കല്ലെറിഞ്ഞവരാണ് ഇവര്. ഈ ആർബറി കൊടുക്കുന്ന ഇവന്റെ UDF ആണെന്ന് പറയുകയാണെങ്കിൽ ഇവരുടെ കൊടി ഞാൻ പിടിക്കും, ഇവൻ തിരിച്ചു പിടിക്കാൻ തയ്യാറുണ്ടെന്ന് പറയട്ടെ. ഇടതുപക്ഷം ഭരിച്ചോട് കൂടിയിട്ട് കേരളത്തിന്റെ അക്രമങ്ങളും കൊലപാതകങ്ങളും ഗുണ്ടകളും പോലീസ് നരനായാട്ടും വർദ്ധിച്ചതിന് വലിയ ജനങ്ങൾ പൊറുതിമുട്ടിയിട്ടുണ്ട്. കേരളത്തിൽ അടുത്ത ഭരണം മൂന്നാമത് ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വരും. ഒരു 100 സീറ്റിന്റെ അടുത്തേക്ക് എങ്ങനെയായാലും എത്തും. 100 സീറ്റിന്റെ അടുത്ത്. തിരുവങ്ങാടി മണ്ഡലം വിജയസാധ്യത കാലങ്ങളായിട്ട് മുസ്ലിം ലീഗ് തന്നെയാണ്, UDFനാണ്. ഇത്തവണ അത് UDFന്റെ കോട്ടായി തന്നെ നിലനിർത്തും. ഇല്ല, LDFന്റെ ഭരണവികാരം ആഞ്ഞടിക്കുന്നുണ്ട് കേരളത്തിൽ മൊത്തം. അതുകൊണ്ട് തന്നെ കേരള ജനതയ്ക്ക് പണ്ട് കാലങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പ്, 5 കൊല്ലം ഇടതുപക്ഷവും 5 കൊല്ലം വലതുപക്ഷം. അതുകൊണ്ട് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിദേശികൾ വരെ ചെയ്യുന്നു. ഇന്ന് ആ കാലം മാറി. ഇന്ന് 5-10 വർഷത്തോടു കൂടി ഇടതുപക്ഷം ഭരിച്ചോട് കൂടിയിട്ട് കേരളത്തിൻ്റെ അക്രമങ്ങളും കൊലപാതകങ്ങളും ഗുണ്ടകളും പോലീസ് നരനായാട്ടും വർദ്ധിച്ചതിന് വലിയ ജനങ്ങൾ പൊറുതിമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും കേരളത്തിലെ സമൂഹം ഈ ഒരു ഭരണം UDF ഭരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പ്ലസ് പോയിന്റ് കേരളം മൊത്തം ആഞ്ഞടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതായാലും നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി കേരളത്തിൽ UDF അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അതിൽ ഏറ്റവും നല്ലൊരു ഭൂരിപക്ഷം തിരുവങ്ങാടി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസമാണ്. തിരുവങ്ങാടിയിൽ ഈ ഭരണത്തിൽ വികസനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇഷ്ടം പോലെ. തിരുവങ്ങാടിയുടെ മാറ്റവും ഒന്ന് കണ്ണോടിച്ചാൽ തന്നെ ഒരുപാട് വികസനങ്ങൾ കാലങ്ങളായി വന്നിരുന്ന നേതാക്കന്മാർ, ഇവിടുത്തെ MLA-മാർ ഉപമുഖ്യമന്ത്രിയായും മന്ത്രിയായിട്ടൊക്കെ കൊണ്ടു വന്നിട്ടുണ്ട്. കാലഘട്ടത്തിനനുസരിച്ചുള്ള വികസനങ്ങൾ ഓരോ സന്ദർഭത്തിൽ വാഹനങ്ങൾ കൂടുമ്പോൾ അതിൻ്റേതായ രീതികൾക്ക്, ആളുകൾ കൂടുമ്പോൾ അതിൻ്റെതായ രീതികൾക്കുള്ള വികസനങ്ങൾ തിരുവങ്ങാടി മണ്ഡലത്തിൽ കിട്ടിയിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി തന്നെ വിജയിക്കുന്നു ഉറപ്പാണ്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി 100% ഉറപ്പാണ്. കഴിഞ്ഞ UDFന്റെ ഭരണകാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണകാലത്ത് ഏറ്റവും പാവപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കാൻ വന്ന് പരപ്പനങ്ങാടിയിൽ നടപ്പാക്കിയാണ് LBS കോളേജ്. ഇന്നും 10 വർഷമായിട്ട് അതിൻ്റെ സ്ഥലവും അതിൻ്റെ ഔദ്യോഗിക സംഗതികൾ ഉണ്ടായിട്ട് പോലും ഇടതുപക്ഷത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയോ ഇന്ന് വരെ അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇന്നും അത് വാടക കെട്ടിടത്തിൽ തങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ആ നിലക്ക് തന്നെ അതിൻ്റെയൊക്കെ ഒരു പ്രതിഷേധം തിരുവങ്ങാടിയിൽ ജനങ്ങൾ വിധി ചെയ്തു എന്ന് തന്നെയാണ് കൂട്ടുന്നത്. പ്രതികരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഭരണത്തിലൂടെ എന്താ മോശമുള്ളത്? ഇതേ ഭരണം തന്നെ വരും. നിങ്ങൾ LDFന്റെ ഭരണത്തിൽ വരും, മൂന്നാമതും വരും. നല്ലൊരു 30ൻ്റെ അടുത്തേക്ക് ഏകദേശം തിരുവങ്ങാടിയിലെ UDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടാവുന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കടുത്ത മത്സരം ഇരിക്കുന്നതാണ് പറഞ്ഞത്. 100ന്റെ മുകളിൽ പോകും. ഞാൻ 100ന്റെ മുകളിൽ സീറ്റ് കിട്ടുന്നു. ഇവിടെ ശരിക്ക് ഈ തിരുവരങ്ങാടി വികസനം ഇല്ല. എന്തുകൊണ്ട് ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി ഒരു പ്രാവശ്യം ഇവിടെ വന്നതാ. ഏത് തിരുവരങ്ങ അബ്ദുറബ്ബ്. അന്ന് വിദ്യാഭ്യാസ മന്ത്രി ആയിട്ട് ഇവിടെ പുസ്തകം വരെ കിട്ടിയത് സ്കൂളിൽ കഴിഞ്ഞ് വരെ നമ്മളെ ഓണപ്പരീക്ഷ കഴിഞ്ഞിട്ട് പുസ്തകങ്ങൾ കിട്ടുക എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും അറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസനം 10 കൊല്ലം കൊണ്ട് വികസനം നടന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റോഡുകൾ, പാലങ്ങൾ, പിന്നെ ഹൈവേകൾ ഇവിടെ നോക്കിയാലും വികസന. ഈ മറ്റേ തിരുവരങ്ങാടി താന്നൂരും എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു ആടും ഒരു കുറുക്കൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് ഇവിടെ തിരുവരങ്ങാടി ഒരു ഭരണമാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ അതിൻ്റെ വികസനം ഇവിടെ നടന്നിട്ടില്ല. ആ വികസനം ഇവിടെ ഇല്ല. പക്ഷെ അത് എല്ലാവർക്കും അറിയാനിട്ടൊന്നുമല്ല. അത് എൻ്റെ സ്നേഹിതനായ അവനും അറിയാം. അപ്പം നമ്മൾ പറയുമ്പോൾ ഓൻ്റെ രാഷ്ട്രീയം എന്നേക്ക് ഓൻ പറയും. പക്ഷേ കേരളത്തിൽ അടുത്ത ഭരണം മൂന്നാമത് ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വരും. ഒരു 100 സീറ്റിൻ്റെ അടുത്തേക്ക് എങ്ങനെയായാലും എത്തും. 100 സീറ്റിൻ്റെ അടുത്ത്. അപ്പോൾ യാതൊരു സംശയമില്ല. അത് തിരുവരങ്ങാടിയിൽ മാറ്റം വരുമില്ല എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെടുത്തുള്ളതാണ്. പക്ഷേ ഇവിടെ മാറ്റം വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം അതിന് മുന്നത്തെ പ്രാവശ്യമൊക്കെ 25,000-30,000 ജയിച്ചിരുന്നതല്ല. തിരുവരങ്ങാടിനെ കാട്ടി ഭൂരിപക്ഷമുള്ള താനൂർ 2 പ്രാവശ്യം LDF ഭരണത്തിലന്ന് അവിടുന്ന് ഒരു മന്ത്രി വരെ ഉണ്ടായതാണ്. അപ്പോൾ ഇതിവിടെ മാറില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. എന്തുകൊണ്ട് ഇന്ന് അങ്ങനെയാണെങ്കിൽ 25-30 ആൾക്കാർ കൂടുക, ജനസംഖ്യ കൂടുക. അതിനനുസരിച്ച് എന്തുകൊണ്ട് വികസനത്തിൽ മാറ്റങ്ങൾ വരുന്നില്ലേ? അപ്പോൾ ആ മാറ്റം ഇവിടും വരുന്നതാണ്. പക്ഷേ എങ്ങനെയായാലും കേരളം ഒരു 3ാം ട്രിക്കിലേക്കാണ് പോകേണ്ടത്. അത് ഉറപ്പാണ്. കേരളത്തിൽ അടുത്ത പിണറായി വിജയൻ ഒരു മാറ്റമില്ല. അത് അദ്ദേഹം പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നെന്ന്. ഞാനതാണ് മുന്നേ സൂചിപ്പിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു PK അബ്ദുറബ്ബ് സാഹിബ് കൊടുക്കുന്ന LBS ഇന്നും
വാടകക്കെട്ടുകളിലാണ് ഇപ്പോഴും താമസിക്കുന്നത്. 10 വർഷമായിട്ട് സ്വന്തമായി സ്ഥലവും അതിൻ്റെ ആവശ്യ സാധ്യതകൾ ഉണ്ടായിട്ട് വാടകക്കെട്ടിടത്തിലാണ്. പരപ്പനങ്ങാടിയിലെ ആർബറിൻ്റെ സ്ഥിതി, പരപ്പാടി ആർബർ ഓടുന്നത് UDF ഭരണകാലത്ത് MLA VK അബ്ദുറബ്ബ് സാഹിബാണ്. ഇന്നും ആ ആർബർ 10 വർഷമായിട്ട് 10 വർഷം കേരളത്തിലെ ജനങ്ങൾ ഇവിടെ അനുഭവിക്കുന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂക്കട്ടിൻ്റെ സ്ഥിതി, തൂവൽ തീരം, ഇവർ പറഞ്ഞ് താന്നൂരിലെ വികസനം കൊണ്ടുവന്നു. താന്നൂരിൽ വികസനം അദ്ദേഹം കൊണ്ടുവന്ന ആ 10 വർഷം കൊണ്ട് തിരുവിലേക്ക് മാടുകയാണ്. എനിക്ക് ഈ മണ്ഡലം വേണ്ട, ഒരു മന്ത്രി എനിക്ക് ഈ മണ്ഡലം വേണ്ട, ഞാനിവിടുന്ന് എങ്ങനെ തടി കഴിച്ചിലാക്കാമെന്ന് പാർട്ടികൾ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടും അബ്ദുറഹ്മാൻ തിരുവിലേക്ക് വണ്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഓടിയല്ല എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ അതാ പറഞ്ഞത്, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഭരണം, പഴയ കാലങ്ങളിൽ വരുന്ന ഭരണം. UDF അടിസ്ഥാനത്തിൽ UDF നല്ല ഭരണത്തിൽ നല്ലൊരു ഭൂരിപക്ഷത്തോട് കേരളം ഭരിക്കുന്നുള്ള 100% ഉറപ്പാണ്. കേരളത്തിൽ ഇപ്പോൾ ഇവൻ പറയാണ് ഇവിടെ കല്ലിട്ടതുകൊണ്ടൊന്നും കാര്യം നടക്കൂല. എന്തുകൊണ്ട് ഒരു കല്ല് കുത്തിയാണ് അങ്ങോട്ട് പോയാൽ കാര്യം നടക്കുമോ? ആർബർ ഞങ്ങൾ കൊടുന്ന് ഞങ്ങൾ കൊടുന്ന കാര്യമില്ല. ആർബർ കൊണ്ടറിന് കല്ല് കുത്തി അവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കാര്യമില്ല. ഉദ്ഘാടനം ചെയ്ത് അത് നടത്തിയിട്ടുണ്ടോ അതാണ് നോക്കേണ്ടത്. ഈ താന്നൂരിൻ്റെ ആർബർ പരപ്പനങ്ങാടി ആർബറൊക്കെ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കൊടുന്ന അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നു ഇടതുപക്ഷം. എല്ലാന്ന് ആർക്കും ഇനിയിപ്പോൾ വിവരാവകാശം കൊടുത്ത എൻ്റെ സുഹൃത്തിന് കിട്ടുമത്. നമ്മൾ ആടിനെ പട്ടിയൊക്കെയാണ്ട് വർത്താനുണ്ടല്ലോ, അത് നമ്മൾ പറഞ്ഞത് ശരിയല്ല. നമുക്ക് ആർക്കാലും ഇന്ന് പഴയ കാലമൊന്നല്ല. ഏതുകൊണ്ട് ഇവിടെ വിദ്യാഭ്യാസം ഉണ്ട്, വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ കിട്ടും. തിരൂരങ്ങാടി ആർബർ 6 കൊടുന്ന്, താന്നൂർ ആർബർ 6 കൊടുന്ന്. ഇവിടെ 10 ഏറ്റവും ആര് കൊടുന്ന്? ഇടതുപക്ഷം പിണറായി താന്നൂർ ആർബറിന് ഫണ്ട് അനുവദിച്ച് ഫസ്റ്റ് ഉദ്ഘാടനം വെച്ച് VK അബ്ദുറബ്ബ് സാഹിബാണ്. സുഹൃത്തെ, VK അബ്ദുറബ്ബ് സാഹിബിന് അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരു പരപ്പനങ്ങാടിയിൽ ഒരു നേതാവ് കച്ചകെട്ടി ഇറങ്ങിയപ്പോൾ അതിനെ ഇല്ലാതെ ചെയ്യപ്പോൾ അവിടെ ഉമ്മൻചാണ്ടിയെ വന്ന് കല്ലെറിഞ്ഞവരാണ് ഇവർ. ആ ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി വന്നിട്ട് ഈ ആർബർ കൊടുക്കുന്ന ഇവന്റെ UDF ആണെന്ന് പറയുകയാണെങ്കിൽ ഇവരുടെ കൂടി ഞാൻ പിടിക്കും. ഇവൻ തിരിച്ചു പിടിക്കാൻ തയ്യാറുണ്ടെന്ന് പറയട്ടെ. തറക്കല്ലിടുകയാണ് ഇവര് പറഞ്ഞ് തറക്കല്ലിട്ട് പോകുന്നു. തറക്കല്ലിട്ട് ഉദ്ഘാടനം നിർവഹിച്ച പാരമ്പര്യം UDF-നുള്ളൂ. എന്തായാലും തിരൂരങ്ങാടിയിൽ കടുത്ത മത്സരം നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവർ രണ്ടാളും സുഹൃത്തുക്കളാണ്. രാഷ്ട്രീയപരമായി വിയോജിപ്പുകൾ ഉണ്ട് എങ്കിലും ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. എന്തായാലും LDF-ഉം UDF-ഉം കടുത്ത മത്സരം തന്നെയായിരിക്കും ഇത്തവണയും തിരൂരങ്ങാടിയിൽ നടക്കുക എന്നാണ് ഇവർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഹാർബറിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. വികസന കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടായിരിക്കും LDF ഇവിടെ പ്രചരണം നടത്തുക. അതേസമയം തന്നെ വലിയൊരു മാറ്റം സംഭവിക്കാൻ വേണ്ടി പോകുന്നു. കേരളത്തിൽ വിസ്മയം സംഭവിക്കുമെന്നെല്ലാം തന്നെ VD സതീശൻ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ളൊരു മാറ്റം തിരൂരങ്ങാടിയിൽ സംഭവിക്കുമെന്ന് UDF-ന്റെ പ്രതിനിധിയും നമ്മളോട് വ്യക്തമാക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, മലപ്പുറം.